ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ റെഡി ആയി ഒരുങ്ങിക്കേട്ട് എങ്ങോട്ടാണ് പോണേന്നല്ലേ. ഞാൻ എൻ്റെ വെക്കേഷൻ തുടങ്ങാൻ പോണ ഒരു ഷോർട്ട് വിസിറ്റ് ടു നമ്മുടെ സ്വന്തം കേരളം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഹാപ്പി ജേർണി. പോയിട്ട് അടുത്ത ആഴ്ച നാട്ടിലുണ്ട്. വിശദീകരിച്ച് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, വണ്ടി വന്നു. ചിറ്റ ഫേമസ് ആയി. ചിറ്റ വ്ളോഗി കാണിച്ചത്. ഇവള് വ്ളോഗർ ആയതുകൊണ്ട് വീട്ടില് പ്രൈവസി. അത് കുഴപ്പമില്ല, കാർത്തികരായിട്ട് പല്ലും ഞാൻ എണീറ്റിട്ടുള്ളൂ. ഇവള് കുളിച്ചൊരുങ്ങി പോവാ കല്യാണം. അപ്പം അങ്ങനെ ചിറ്റടുത്തൊക്കെ ഇറങ്ങാൻ നേരത്ത് കുറച്ചേരം സംസാരിച്ച് ഇറങ്ങി താഴെ നമുക്ക് ഒരു കാർ ലിഫ്റ്റ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വന്നു. ഇവിടെ നിന്ന് നേരെ അങ്ങനെ എയർപോർട്ടിൽ പോയി. സാറ്റർഡേ രാവിലെ ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും വലിയ ലേറ്റ് ആവാണ്ടൊക്കെ എത്താൻ പറ്റി. പിന്നെ പരിചയമുള്ള ആളായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ആള് പെട്ടിയൊക്കെ എടുത്ത് വെച്ച് വന്ന്. പിന്നെ നേരത്തെ പോകണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുള്ളും ഈ ഒരു ലഗേജിൻ്റെ സ്ഥലത്ത് കുറച്ച് നേരം ഇങ്ങനെ അധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. നല്ല സമർത്ഥക്കാരിയായിട്ട് ഇടിച്ചു കയറിപ്പോണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും മുമ്പിലത്തെ ആൾക്കാരെ ആ പെണ്ണിലേക്ക് പറഞ്ഞു വിട്ടൂട്ടാം. അപ്പം അങ്ങനെ നമ്മളവിടെ ക്യൂ ഒക്കെ നിന്ന് എല്ലാം കഴിഞ്ഞ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മെട്രോ എടുത്ത് നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പം അങ്ങനെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ഒരു 1.5 മണിക്കൂർ മുമ്പ് ഞാൻ എത്തി. അപ്പോൾ നേരെ സ്റ്റാർബക്സിൽ പോയി ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. അവിടെ പോയിരുന്ന് അത് കുടിച്ചു. അപ്പോഴാണ് ഏറ്റവും വലിയൊരു കോമഡി ഞാൻ ശ്രദ്ധിച്ചത്. ഈ ഗ്ലാസ്സിൽ നമുക്ക് എഴുതി തരുമല്ലോ, നമ്മുടെ പേര് എഴുതി തരില്ലേ. അപ്പം അതിലെഴുതിക്കായിരുന്നു എന്താ ഗ്രേറ്റ് ടു സീ യു. എന്നിട്ട് എൻ്റെ പേര് എഴുതിക്കണുണ്ടോ. ശരി, എന്തായിരുന്നു ആരുടെ പേരെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഈ 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ നേരെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറി. ഫ്ലൈറ്റ് ഒരു 1/2 hour ഡിലേ ആയിരുന്നു. അതുപോലെ തന്നെ നാട്ടിലെത്താനും 1/2 hour ഡിലേ ആയിരുന്നു. എനിക്ക് വിൻഡോ സീറ്റും സൈഡ് സീറ്റും ഒന്നും കിട്ടിയില്ല. നടുക്കായിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും നല്ല തടിമാടന്മാരുടെ നടുക്ക്. ഉറങ്ങാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. എത്രയും പെട്ടെന്ന് സാധാരണ ഫ്ലൈറ്റിൽ കയറി കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. ഇത് പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം ഇതാക്കി കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാറ്ററി പോയി. പിന്നെ നമുക്ക് നെറ്റില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ മെയിനായിട്ട് സ്റ്റോറേജ് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം സമയം ചിലവഴിച്ച് അവസാനം നമ്മളുടെ കൊച്ചി എത്തി. ക്ലിയർ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം സൈഡിലിരിക്കാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടും അതെ, ബാഗ് കിട്ടാൻ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ നിന്നു. എല്ലാവരും കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാവില്ലേ വരുന്നതൊക്കെ ആരുന്നുള്ളത്. കാരണം അവിടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ എടുക്കാണ്ട്. അങ്ങനെ കുറേ നേരം നിന്ന് ബാഗൊക്കെ കിട്ടി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പ്രീപെയ്ഡ് ടാക്സി എടുത്തിട്ടാണ് പോയത്. ഭയങ്കര റേറ്റ്. എൻ്റെ ഒരു ഓർമ്മയിലൊരു 850 ആയിരുന്നു. അപ്പോൾ പക്ഷെ 1307 രൂപയായി അവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്.